വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. പ്രിൻസ് ആൻഡ് ദ ഫാമിലി സിനിമ ഇറങ്ങിയ ദിവസം ചില റിവ്യൂവേഴ്സൊക്കെ ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞതായിട്ടും ആ പറഞ്ഞ റിവ്യൂവേഴ്സിനെ കുറിച്ച് ട്രോളായിട്ടുള്ള വീഡിയോകളും അതേപോലെ അവർ ചെയ്തിരിക്കുന്ന ആ വീഡിയോയുടെ നെഗറ്റീവായി പറഞ്ഞതിന് എതിരായിട്ടുള്ള റിയാക്ഷൻ വീഡിയോകളൊക്കെ ഇന്ന് ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ വന്നിരിക്കുന്നതായിട്ട് കണ്ടു. ഞാൻ ഈ ഒരു വീഡിയോകളും കണ്ടിട്ടില്ല കേട്ടോ. ആദ്യം തന്നെ ആ കാര്യം പറയാം. ഈ നെഗറ്റീവായി പറഞ്ഞിരിക്കുന്നവരുടെ വീഡിയോസും ഞാൻ കണ്ടിട്ടില്ല. അവരുടെ തംബ്നെയിലുകൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നത് കാണാറുണ്ട്. അപ്പോൾ അതിൽ ചിലരൊക്കെ ആ തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ അവർ ആ വീഡിയോക്കകത്ത് നെഗറ്റീവായിട്ട് പറഞ്ഞിരിക്കാനാണ് സാധ്യത എന്ന് തന്നെ ഞാനും കരുതുന്നത്. പക്ഷേ ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല. കാരണം മറ്റുള്ളവരുടെ വീഡിയോകൾ ഞാൻ ഒരിക്കലും കാണാറില്ല. കാരണം അത് അവരുടെ അഭിപ്രായമാണ്, അവരുടെ കാര്യങ്ങളാണ്. അതിലേക്ക് ഞാൻ ഒരിക്കലും കയറാറില്ല. അതേപോലെ മറ്റ് റിവ്യൂവേഴ്സ് പറയുന്നതിനെ ഒരു കുറച്ച് രീതിയിൽ കാണാനൊന്നും ഞാൻ നിൽക്കാറില്ല. കാരണം അത് അവരുടെ എന്നെപ്പോലെ തന്നെ റിവ്യൂവേഴ്സ് ആണല്ലോ അവരും. അപ്പോൾ അവരും ഒരു ചാനൽ ചെയ്യുന്നു, അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കരുതാറ്. അപ്പോൾ ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് ഞാൻ ചെയ്ത റിവ്യൂ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം തംബ്നെയിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന ഐ ബട്ടണിലും ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ആ സിനിമയെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തതിൽ നല്ല അഭിപ്രായമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഒരു സിനിമ പോയി കാണാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ചാൽ നിഷ്കളങ്കമായ മനസ്സോടെ ഞാൻ ആ തിയേറ്ററിന് അങ്ങനെ വന്നിട്ടാണ് റിവ്യൂ പറയാറ് കേട്ടോ. അതായത് സിനിമ ഞാൻ കാണുമ്പോൾ അതൊരു ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ ഫാൻ അല്ല ഞാനെങ്കിൽ ആ രീതിയിലും, അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരുടെ ഫാനാണ് ഞാനെങ്കിൽ ആ രീതിയിലും, അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരെ ഞാൻ ശത്രുവായിട്ടാണ് കാണുന്നതെങ്കിൽ അവരെ കുറച്ച് കാണിക്കാൻ വേണ്ടി സിനിമ നല്ലതാണെങ്കിലും അത് മോശമായി പറയുകയോ അങ്ങനെയുള്ള രീതികളിലൊന്നും ഞാൻ റിവ്യൂ ചെയ്യാറില്ല. കാരണം എനിക്ക് ഏതൊരു നടനെ സിനിമ ഞാൻ കാണാൻ പോകുമ്പോഴും ആ സിനിമ എങ്ങനെ ഞാൻ ആ തിയേറ്ററിൽ ഇരുന്ന് എൻജോയ് ചെയ്തോ അല്ല ആവറേജ് ആയിരുന്നോ അല്ല ഒട്ടും സുഖമില്ലേ, ആ അവസ്ഥ എനിക്ക് എന്താണ് തോന്നിയതോ അത് നിഷ്കളങ്കമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറയുന്നതാണ് എൻ്റെ റിവ്യൂ ചാനലിലെ വീഡിയോകളുടെ അഭിപ്രായം, എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ചിലവരൊക്കെ താഴ്ത്താൻ വേണ്ടി പറയുന്നുണ്ടാകാം. ചിലപ്പോൾ നെഗറ്റീവ് റിവ്യൂ പറയുമ്പോൾ കുറേ വ്യൂസ് കിട്ടും, അതേപോലെ കാര്യങ്ങളൊക്കെ കിട്ടും എന്ന് കരുതിയിട്ട് പറയുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. തമിഴ് സിനിമ ആയാലും മലയാള ഏത് സിനിമയായാലും ആ സിനിമ എങ്ങനെയാണ് അതാണ് ഞാൻ പറയാറ്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ കേരളത്തിലെ എല്ലാവരും ഫാമിലിയായി പോയി കണ്ട് ആസ്വദിക്കേണ്ട, ഒപ്പം ചിന്തിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം യൂട്യൂബിനെ സംബന്ധിച്ചും വാട്സപ്പിനെ, ഫേസ്ബുക്കിനെ സംബന്ധിച്ചും ഇൻസ്റ്റാഗ്രാമിനെ സംബന്ധിച്ചും ഒക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഉള്ള യാഥാർത്ഥ്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള സമൂഹത്തിന് കൊടുക്കുന്ന അവബോധം, അതൊക്കെ ഈ സിനിമയിൽ ഒരു ഉണർവ്, അതൊക്കെ ഈ സിനിമയിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. നന്നായിട്ടുണ്ട് സിനിമ. പക്ഷേ എനിക്ക് ഈ സിനിമ കാണുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ഔചിത്യം തോന്നി. പക്ഷെ അത് ഞാൻ എൻ്റെ ആ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഈ സിനിമയിൽ ജിൻസ്, ഷിൻസ്, പ്രിൻസ് ഈ 3 സഹോദരങ്ങളാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടുള്ളത്. കുറേ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സഹോദരങ്ങളിൽ ജിൻസിനും ഷിൻസിനും ചെലവിന് കൊടുക്കുന്നതാകട്ടെ പ്രിൻസാണ്. ഇവർ രണ്ടുപേരും ആരോഗ്യവാന്മാരാണ്, ജിൻസും ഷിൻസും. യാതൊരു കുഴപ്പം അവർക്കുള്ളതായിട്ട് ഈ സിനിമയിൽ പറയുന്നില്ല. പക്ഷേ ഇവർ പണിക്ക് പോകില്ല അത്രേ. ഇവരുടെ ഭാര്യമാർക്കും ഇവരുടെ മക്കൾക്കും എന്തിനൊരു ബാഗ് വാങ്ങാൻ പോലും പ്രിൻസ് ക്യാഷ് കൊടുത്താലേ ഈ സിനിമയിൽ കാര്യം നടക്കുന്നുള്ളൂ. അങ്ങനെയാണ് സിനിമയിൽ ഇവരെ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് എന്തായാലും ദേഷ്യം വരും, ഒരു ഔചിത്യം തോന്നും. അതില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതേപോലെ തന്നെ ഈ ജിൻസിൻ്റെയും ഷിൻസിൻ്റെയും ഭാര്യമാരുണ്ടല്ലോ, അവർ ജിൻസിനെയും ഷിൻസിനെയും ഒന്നും അങ്ങോട്ട് ചോദ്യം ചെയ്യുന്നില്ല. കാരണം ഏട്ടൻ്റെ ചിലവിൽ നിങ്ങൾ ഇങ്ങനെ കഴിയുന്നത് ഒരാണത്തോ ആണോ എന്നൊക്കെ അവർ ചോദിക്കില്ലേ, സ്വാഭാവികമായിട്ടും ചോദിക്കില്ലേ.
അതേപോലെ ഈ ജിൻസിനും ഷിൻസിനും പെണ്ണ് കിട്ടുന്ന കാര്യത്തിൽ ഇവരൊരു പണിക്കും പോകാതെ പ്രിൻസിൻ്റെ ചെലവിൽ കഴിഞ്ഞിട്ട് പോലും അവർക്ക് വേഗം പെണ്ണ് കിട്ടി, പ്രിൻസിന് പെണ്ണ് കിട്ടാതെ നിൽക്കുകയാണ് ഈ സിനിമയിൽ. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ അതൊക്കെ ഒരു ഔചിത്യം തോന്നും. അതേപോലെ തന്നെ ഇവരുടെ ജിൻസിൻ്റെയും ഷിൻസിൻ്റെയും പ്രിൻസിൻ്റെയും മാതാപിതാക്കളായ ബിന്ദു പണിക്കരും സിദ്ദീഖും അവരും പ്രിൻസ് തന്നെ ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കണം എന്ന രീതിയിലാണ് സിനിമയിൽ കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നൊരു ചോദ്യചിഹ്നം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും സത്യത്തിൽ ഇതൊരു കോമഡി സിനിമയാണ്. അപ്പോൾ കോമഡി ഏതെല്ലാം രീതിയിൽ ഈ സിനിമയിലേക്ക് കൊണ്ടുവരണമോ അതൊക്കെ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും പണിക്ക് പോകാതെ ഇരുന്നിട്ട് പ്രിൻസിനോട് ചെയ്യുന്ന കാര്യങ്ങൾ ചിരിക്കാനുണ്ട്. അപ്പോൾ കോമഡി സിനിമയ്ക്ക് നമ്മൾ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഞാൻ പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുഴപ്പമില്ല തോന്നിയതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. പക്ഷേ അതൊന്നും ഒരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം ചിരിക്കാനുണ്ട്. പിന്നെ അതേപോലെ രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ദിലീപ് ഏട്ടന് ഈ സിനിമയിൽ നല്ല പ്രായം തോന്നിപ്പിക്കുന്ന പോലെയാണ് ഒന്ന് മേക്കപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ മേക്കപ്പേ ഇല്ലാതെ വന്നിരിക്കുന്നതെന്ന് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ ദിലീപ് ഏട്ടൻ ഈ ഇൻ്റർവ്യൂകളിലൊക്കെ കാണുമ്പോൾ ഈ സിനിമയിലെ പോലെ പ്രായം തോന്നിക്കുന്നില്ല. അപ്പോൾ ഈ സിനിമയിൽ മേക്കപ്പ് അങ്ങനെ ചെയ്തിരിക്കുകയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. അതിലെന്താ ഒരു വിഷയം എന്ന് വെച്ചാൽ, ആ പ്രിൻസിന് ചെറിയ പ്രായമുള്ള ഒരു വധുവിനെ തന്നെ വേണമെന്നാണ് ഈ സിനിമയിൽ ആഗ്രഹം. അപ്പോൾ അതൊരു ഔചിത്യം ചിലർക്ക് തോന്നാം. പക്ഷെ അവിടെയും ഒരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രിൻസിനെ പോലെ തന്നെയാണ് മാരേജ് ആകാത്ത ഏതൊരു വരനും തങ്ങൾക്ക് ഏറ്റവും മാക്സിമം വയസ്സ് കുറഞ്ഞ വധുവിനെ ലഭിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുക. അത് തന്നെയാണ് ഈ സിനിമയിൽ നടക്കുന്നത്. പക്ഷേ എന്നിട്ട് ഒട്ടും കിട്ടാതാകുമ്പോൾ കിട്ടിയതിനെ മതി പറഞ്ഞിട്ട് രണ്ടാം വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വധുമാരെ അങ്ങനെ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള വധുവിനെയൊക്കെ സ്വീകരിക്കുന്ന അവസ്ഥ റിയൽ ലൈഫിൽ വരാറുണ്ട്. പക്ഷേ ഈ സിനിമയിൽ പ്രിൻസിന് അങ്ങനത്തെ മറ്റേ സാമ്പത്തിക പ്രശ്നം അങ്ങനത്തെ ഒന്നും ഉള്ളതല്ല. പക്ഷെ പ്രായം കൂടി എന്ന രീതിയിലുള്ള കഥാപാത്രമാണ് പ്രിൻസ്. അപ്പോൾ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ആഗ്രഹിക്കുക. അപ്പോൾ അതും ഒരു ഔചിത്യം പോലെ ഈ സിനിമയിൽ നിൽക്കുന്നുണ്ടെങ്കിലും ടോട്ടലി നോക്കുമ്പോൾ ഇതൊന്നും ഈ സിനിമയുടെ ആസ്വാദനത്തെ തെല്ലും ബാധിക്കുന്നില്ല. കോമഡി ആയിട്ട് എടുക്കേണ്ട ഒരു സിനിമയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. മാത്രമല്ല ഇതിലെ ആ ഹീറോയിനായി വരുന്ന കഥാപാത്രം, അവർ ചിഞ്ചു എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. ചിഞ്ചു ഈ സിനിമയിൽ പൊളിച്ചിട്ടുണ്ട്. അവരാണ് ഇതിലെ ടോപ്പ് അഭിനയം. അവരുടെ ആ യൂട്യൂബിൻ്റെയും അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്ക് ലേഡീസൊക്കെ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ വളരെ ത്രില്ലിങ്ങോടെ തന്നെ കാണും. ബിന്ദു പണിക്കരൊക്കെ ഗംഭീരാക്കിയിട്ടുണ്ട്, മഞ്ജു പിള്ള ഗംഭീരാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ സിനിമയ്ക്ക് ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും തന്നെ നന്നായി ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഈ സിനിമയ്ക്ക് എന്തടിസ്ഥാനത്തിലാണ് ഒട്ടും സുഖമില്ല എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അവർക്ക് എന്തെങ്കിലും തോന്നിയതാകാം. അതിനെക്കുറിച്ച് ഞാൻ കടക്കുന്നില്ല. ഇനി അവരെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ എല്ലാവരും കണ്ടിരിക്കേണ്ട മൂവി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. ഞാൻ ദിലീപേട്ടൻ്റെ ഒരു ഫാനായിട്ട് നിന്നിട്ട് അല്ലാട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ഏതൊരു സിനിമയായാലും അതിൽ അഭിനയിച്ചിരിക്കുന്നവരാരായാലും ആ സിനിമ എങ്ങനെയുണ്ടോ അത് അങ്ങനെ തന്നെ പറയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പടക്കളം സിനിമയിൽ സന്ദീപ് പ്രദീപ് എന്നൊരു ഒരു പയ്യൻ അഭിനയിച്ചിട്ടുണ്ട്. അവൻ കുറേ സിനിമകളിലൊന്നുമില്ല, ചില സിനിമകളിലേ ഉള്ളൂ. കക്ഷി ആ സിനിമയിൽ പൊളിച്ചിട്ടുണ്ട്. ആദ്യ ഇടവേള വരെ ഒരു മുഖം, ഇടവേള കഴിഞ്ഞ് മറ്റൊരു മുഖം. ആ ട്രാൻസ്ഫോർമേഷനൊക്കെ ആ പയ്യൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയ്ക്ക് അവൻ്റെ ഫാനാണോ ഞാൻ? അല്ല. ഞാൻ ഈ സിനിമയിൽ അങ്ങേരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൂ. വേറെ സിനിമകളിലും കണ്ടിട്ടുണ്ട്, പക്ഷേ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങനെ തന്നെ ആ പടക്കളത്തിൻ്റെ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഷർഫുദ്ദീൻ്റെ അഭിനയത്തെക്കുറിച്ചൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ മലയാളത്തിൽ എല്ലാ നടന്മാരെയും എനിക്ക് ഇഷ്ടമാണെങ്കിലും ആരെയാണ് കൂടുതലായിട്ട് ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു നടനാണ്. അത് ഇവരൊന്നും അല്ല, വേറൊരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ വന്നപ്പോൾ പോലും ഞാൻ അതിൽ അദ്ദേഹത്തിന് കുറച്ച് വേഷമേ സിനിമയുടെ അവസാനമേ അദ്ദേഹത്തിനുള്ള പെർഫോമൻസിനുള്ള ഭാഗം കൊടുത്തിട്ടുള്ളൂ എന്നാണ് ഈ അടുത്ത് പറഞ്ഞത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല. സിനിമ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയുക, അല്ലെങ്കിൽ മോശം, അത്ര തന്നെയുള്ളൂ.